Good morning. Good morning. Morning, ma'am. Good morning. Good morning. Good morning. Good morning. Good morning, ma'am. Good morning. സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖം മാം. മാം സുഖല്ലേ? സുഖാണല്ലോ. ഓക്കെ, ഫുഡൊക്കെ കഴിച്ചോ? Good morning, madam. ഗുഡ് മോർണിംഗ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗങ്ങൾ വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചു നോക്കിയല്ലേ? ഓക്കെ. എന്തായിരുന്നു ആയുർവേദ? ആർക്ക് പറയാം? ആയുർവേദയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? ബേസിക്സ്. പറഞ്ഞോ. ആർക്ക് പറയാൻ പറ്റും? സയൻസ് ഓഫ് ലൈഫ് ആണ്. പിന്നെ എന്തൊക്കെയാ പറഞ്ഞത് നമ്മള്? വാണിക്ക് പറയാൻ പറ്റോ? വാണി ഒന്ന് പറഞ്ഞു നോക്കിയേ, തെറ്റിയാലും കുഴപ്പമില്ല. സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ല. Causes, symptoms, diagnosis and treatment based on mental, physical and spiritual aspects. ഓക്കെ, നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലായതെന്ന് പറഞ്ഞു നോക്കി. അതിൽ പറയുന്ന കാര്യങ്ങൾ വായിച്ച് പറയണ്ട. മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. എന്തൊക്കെയാണ് പറഞ്ഞത്? ഓക്കെ, വാണി മാത്രം ഒന്ന് പറയോ? എന്തൊക്കെയാ നമ്മൾ പഠിച്ചത് ആയുർവേദയില്? പഞ്ചഭൂതാസ് പഠിച്ചല്ലേ? ത്രിദോഷങ്ങള് പഠിച്ചു. പഞ്ചഭൂതാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രപഞ്ചത്തിലെ ഓരോ ഘടനയും ഉണ്ടാക്കിയിട്ടുള്ളത് 5 എലമെന്റ്സ് കൊണ്ടാണ് അല്ലെ? ഏതൊക്കെയായിരുന്നു? ആകാശം, വായു, ഭൂമി, ജലം, അഗ്നി. ഇനിയാണ് നമ്മള് പഞ്ചഭൂതാസ് എന്ന് പറയുന്നത്. ഇനി ഈ 5 എലമെന്റ്സും നമ്മുടെ ശരീരത്തില്, ഹ്യൂമൻ ബോഡീസില് 3 ഫോംസിലാണ് നിലനിൽക്കുന്നത്. ഏതൊക്കെയാണ്? ഇതൊക്കെയായിരുന്നു ത്രിദോഷങ്ങള്. ഒക്കെയാണോ? ഇനി സിദ്ധ സിസ്റ്റം ഏത് കൾച്ചറിൽ നിന്നാണ് വന്നിരിക്കുന്നത്? സിദ്ധ സിസ്റ്റം തമിഴ് കൾച്ചർ. ഓക്കെ. പിന്നെ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചില്ലേ? പ്രിൻസിപ്പിൾ ഏതായിരുന്നു അത്? The system is based on food is medicine and medicine is food. ചതുർദോശ തിയറി, ചതുർഭൂത തിയറി. ഓക്കെ, അത് ഏതിലാ പഠിച്ചത് നമ്മള്? ഏതിലാ പഠിച്ചത്? യുനാനി സിസ്റ്റത്തിലാണ് കേട്ടോ. ചതുർദോശ, ചതുർഭൂത തിയറീസ്. ഓക്കെ, ഇത്രയും വരെ ക്ലിയർ അല്ലേ എല്ലാവർക്കും? യെസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ നമുക്ക്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലാസ്റ്റ് വൺ, നാച്ചുറോപ്പതി ആൻഡ് ഹോമിയോപ്പതി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് സിദ്ധ സിസ്റ്റം വരെയാണ്. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഏതാണ്? ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. ഓക്കെ, ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് സിദ്ധ സിസ്റ്റം വരെ ആയിരുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഏതാണ്? നാച്ചുറോപ്പതി ആൻഡ് ഹോമിയോപ്പതി. നോക്കിക്കോളൂ. Naturopathy believes that all diseases arise owing to accumulation of morbid matter in the body, and if scope is given for its removal, it provides cure or relief. എന്താണ് നാച്ചുറോപ്പതിയിൽ പറയുന്നത്? നമ്മുടെ ശരീരത്തില് വളരെയധികം
ഈ മോർബിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോർബിഡ് എന്ന് പറഞ്ഞാല് അതിന്റെ മീനിങ് എന്താണെന്ന് അറിയോ? മോർബിഡ് വിഷപദാർത്ഥങ്ങൾ. ഓക്കെ, മോർബിഡ് മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? മോർബിഡ് എന്ന് പറഞ്ഞാല് വിഷപദാർത്ഥങ്ങൾ. അപ്പോ നാച്ചുറോപ്പതിയിൽ പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തില് വളരെയധികം വിഷപദാർത്ഥങ്ങള് അടിഞ്ഞുകൂടി, അക്യുമുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അടിഞ്ഞുകൂടി ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ശരീരത്തില് ഡിസീസസ് ഉണ്ടാകുന്നുണ്ട്, രോഗങ്ങൾ ഉണ്ടാവാൻ കാരണങ്ങളാകുന്നുണ്ട്. നമ്മുടെ ശരീരത്തില് അടിഞ്ഞുകൂടിയിരിക്കുന്ന വിഷപദാർത്ഥങ്ങൾ മൂലം നമ്മുടെ ഹ്യൂമൻ ബോഡിയില് എന്താണ്? ഡിസീസസ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ ആണോ? ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുന്ന രീതിയിൽ പറഞ്ഞു തരാം. ഇപ്പോ ഭയങ്കര എന്താണ് വണ്ണത്തടി ഉള്ള ഒരാള്, അയാൾക്ക് എന്താണ് രോഗങ്ങൾ ഒഴിഞ്ഞിട്ട് നേരം ഉണ്ടാവില്ല അല്ലെ? അയാൾക്ക് കാൽവേദന, കൈവേദന, അതുപോലെ തണ്ടൽ വേദന ഒക്കെ ഉണ്ടാവും. അപ്പൊ അയാൾ എന്ത് ചെയ്തു? ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ പറഞ്ഞു നിങ്ങളെ വെയിറ്റ് കുറയ്ക്കണം, വെയിറ്റ് കുറച്ചാലേ രോഗങ്ങൾക്ക് റിലീഫ് ഉണ്ടാവുള്ളൂ. അയാൾ എന്ത് ചെയ്തു? ഒന്നില്ലെങ്കിൽ ജിമ്മിൽ പോയിട്ട് വെയിറ്റ് കുറയ്ക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? വീട്ടിൽ തന്നെ എന്ത് ചെയ്യും? എക്സസൈസ് ചെയ്തിട്ട് വെയിറ്റ് കുറയുന്നു. ക്ലിയർ ആവുന്നുണ്ടോ? കൺസെപ്റ്റ് മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ ആണോ? അങ്ങനെ എന്ത് ചെയ്തു? വെയിറ്റ് കുറച്ചു. ഏതാണ്? നാച്ചുറോപ്പതിയാണ് മിസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് മിസ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ്? അദ്ദേഹം ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ പറഞ്ഞു വെയിറ്റ് കുറയ്ക്കാനായിട്ട്. എന്ത് ചെയ്തു അയാള്? ഒന്നല്ലെങ്കിൽ ജിമ്മിന് പോയിട്ട് വെയിറ്റ് കുറച്ചു, അല്ലെങ്കിൽ എന്താണ് വീട്ടിൽ തന്നെ ഇരുന്ന് എക്സസൈസ് എടുത്ത് വെയിറ്റ് കുറയാനായിട്ട് തുടങ്ങി. അപ്പൊ എന്താണ്? അയാളുടെ ഉള്ളിലുള്ള വിഷപദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാക്റ്റ് ആയിരിക്കില്ലേ? ആ ഫാക്റ്റ് കുറഞ്ഞാലാണ് അയാൾക്ക് എന്ത് കുറയുള്ളൂ? വെയിറ്റ് കുറയുള്ളൂ അല്ലെ? അങ്ങനെ വെയിറ്റ് കുറഞ്ഞു. അയാൾക്ക് പതുക്കെ പതുക്കെ ബോഡിയിലുള്ള വിഷപദാർത്ഥങ്ങൾ കുറഞ്ഞു, ഡിസീസസ് കുറയാനായിട്ട് തുടങ്ങി. ക്ലിയർ ആയോ? അതാണ് നാച്ചുറോപ്പതിയിൽ പറയുന്നത്. ഓക്കെ, മോർബിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷപദാർത്ഥങ്ങൾ. അപ്പൊ നമ്മുടെ ശരീരത്തില് വളരെയധികം വിഷപദാർത്ഥങ്ങളുണ്ട്. ആ വിഷപദാർത്ഥങ്ങള് റിമൂവ് ചെയ്ത് കളഞ്ഞാലേ നമ്മുടെ ശരീരത്തിന് റിലീഫ് ഉണ്ടാവുള്ളൂ. കിട്ടിയോ? മനസ്സിലായോ നാച്ചുറോപ്പതി എന്താണെന്ന്? ഓക്കെ, ഇനി ഹോമിയോപ്പതിയുടെ പിതാവ് ആരാണ് അറിയോ? ഫാദർ ഓഫ് ഹോമിയോപ്പതി ആരാണെന്ന്? സാമുവൽ ഹനിമാൻ അല്ലേ? ഓക്കെ, ഇനി നമ്മുടെ ഇവിടേക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് ഈ ഹോമിയോപ്പതി വന്നത് 18th സെഞ്ചുറിയിലാണ്. കിട്ടിയോ? പുസ്തകം എഴുതി വെച്ചോളൂ കേട്ടോ. മിസ് പറഞ്ഞു തരാം. 3 പോയിന്റ് ആണ്. പറഞ്ഞുതരാം. നാച്ചുറോപ്പതി നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതി വെച്ചില്ലേ? എന്താണെന്ന് ഒന്നുകൂടിയും പറയാം. നമ്മുടെ ശരീരത്തില് കുറെ അധികം വിഷപദാർത്ഥങ്ങളുണ്ട്. ആ വിഷപദാർത്ഥങ്ങള് റിമൂവ് ചെയ്ത് കളഞ്ഞാലേ നമ്മുടെ ശരീരത്തിന് റിലീഫ് ഉണ്ടാവുള്ളൂ. അതാണ് നാച്ചുറോപ്പതിയിൽ പറയുന്നത്. മോർബിഡ് എന്ന് പറഞ്ഞാല് വിഷപദാർത്ഥങ്ങൾ എന്നാണ് കേട്ടോ. എഴുതിയോ? ഇത്രയും കാര്യങ്ങള് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ, നിങ്ങളുടെ ഭാഷയിൽ മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പറയട്ടെ മിസ്. ഹോമിയോപ്പതി എന്നൊന്ന് ഹെഡിങ് കൊടുക്കാം കേട്ടോ. ഹോമിയോപ്പതി. Homeopathy developed in homeopathy developed in homeopathy developed in 18th century. 18th century. ഞാൻ കമന്റ് ഇടുന്നുണ്ട് കേട്ടോ. കിട്ടാത്തവരത് നോക്കി എഴുതാം. 18th century. Homeopathy developed in 18th century. നെക്സ്റ്റ് പോയിന്റ് ആണ് ഫാദർ ഓഫ്
ഹോമിയോപ്പതി ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൺ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ വലിച്ചു നീട്ടൊന്നും എഴുതേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കാനായിട്ടാണ് കേട്ടോ. ഫാദർ ഓഫ് ഹോമിയോപ്പതി ആരാണ്? വാണി കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. സാമുവൽ ഹാനിമാൻ. സാമുവൽ ഹാനിമാൻ. ഇദ്ദേഹം എന്ത് ഫിസിഷ്യൻ ആണെന്ന് അറിയോ? ജർമ്മൻ ഫിസിഷ്യൻ ആണ്. എഴുതിയില്ലേ? ഫാദർ ഓഫ് ഹോമിയോപ്പതി സാമുവൽ ഹാനിമാൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് പറയട്ടെ. എല്ലാവർക്കും കിട്ടിയോ 2 പോയിന്റ്? ജർമ്മൻ ഫിസിഷ്യൻ. സാമുവൽ ഹാനിമാന്റെ സ്പെല്ലിംഗ് മിസ് പറഞ്ഞാൽ കമന്റ് ഇടാട്ടോ. സാമുവൽ ഹാനിമാൻ. ഇനി തേർഡ് പോയിന്റ് പറയട്ടെ. ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി ഈസ് എ medical system. Homeopathy and naturopathy is a medical system based on the belief that body can cure itself. It's dog. ITS. Itself. Homeopathy and naturopathy is a medical system based on the belief that body can cure. CURE. Cure itself. എന്താണ് ഹോമിയോപ്പതി നാച്ചുറോപ്പതിയിൽ പറയുന്നത്? നമ്മുടെ ഹ്യൂമൻ ബോഡിയില് എന്താണ്, നമ്മുടെ ഹ്യൂമൻ ബോഡിയിലേക്ക് വരുന്ന രോഗാണുക്കളെ തടയാനായിട്ട് നമ്മുടെ ശരീരത്തിന് ഒരു പ്രതിരോധ ശക്തിയുണ്ട്. പ്രതിരോധ ശക്തി ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ബോഡിയിലേക്ക് വരുന്ന രോഗാണുക്കളെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നത്. അതാണ് ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതിയിൽ പറയുന്നത്. ഇപ്പോ ഹോമിയോപ്പതിയിലാണെങ്കിൽ നമ്മൾ മരുന്ന് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അപ്പോ തന്നെ നമ്മുടെ അസുഖത്തിന് കുറവ് വരില്ല അല്ലെ. 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് അത് കുറയുന്നത് അല്ലെ. അങ്ങനെയല്ലേ ഹോമിയോപ്പതിയില് പറയാറില്ലേ? ഇംഗ്ലീഷ് മരുന്ന് പോലെയല്ല. എന്താണ്, ഹോമിയോപ്പതിയിൽ കുറച്ച് നാള് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അതൊന്നും പിടിച്ചു കിട്ടുള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിൽ ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞ് അതൊന്ന് ശരീരം ഒന്ന് അഡാപ്റ്റ് ചെയ്ത് അല്ലെ, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ശരീരം ഒന്ന് ആ മരുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ശരീരത്തിൽ അത് അഡാപ്റ്റ് ആവുന്നത് വരെ അല്ലെങ്കിൽ സമയം പിടിക്കും അതിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കുറയില്ല എന്ന് പറയാനായിട്ടുള്ള കാരണം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഹോമിയോപ്പതിയില് ആൻഡ് നാച്ചുറോപ്പതിയിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്? നമ്മുടെ ശരീരത്തില് പ്രതിരോധ ശക്തി ഉണ്ട് അല്ലെ. ആ പ്രതിരോധ ശക്തി ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന രോഗാണുക്കളെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ ആണോ? 3 കാര്യങ്ങളും കിട്ടിയില്ലേ? എന്താണ്, 18th സെഞ്ചുറിയിലാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സാമുവൽ ഹാനിമാൻ ആണ് ഈ ഹോമിയോപ്പതിയുടെ പിതാവ് എന്ന് പറയുന്നത്.
ഓക്കെ ഓക്കെ. നമ്മള് ആയുഷിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു അല്ലെ. ആയുർവേദ പഠിച്ചു, യോഗ പഠിച്ചു, യുനാനി പഠിച്ചു, സിദ്ധ പഠിച്ചു, ലാസ്റ്റ് പഠിച്ചത് ഏതാണ്? ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി. ഇത്ര വരെയും ക്ലിയർ ആണോ എല്ലാവർക്കും? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, ഇനി നെക്സ്റ്റ് പോർഷനിലോട്ട് പോവാട്ടോ നമുക്ക്. ഓക്കെ, 1 മിനിറ്റ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് പോർഷൻ നോക്കിയേ. മോഡേൺ അലോപ്പതിക് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ ഇന്ത്യ. അലോപ്പതിക് ഹെൽത്ത് കെയർ സിസ്റ്റം ഏതാണ്? അലോപ്പതി എന്ന് പറയുന്നത് ഏതായിരിക്കും? മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇംഗ്ലീഷ് മരുന്ന്. ഓക്കെ, അറിയാത്തവർ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. മോഡേൺ അലോപ്പതിക് അല്ലെങ്കിൽ മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറഞ്ഞാല് ഇംഗ്ലീഷ് മരുന്നാണ്, ഇംഗ്ലീഷ് മെഡിസിൻ ആണ്. ഓക്കെ, അപ്പോ നോക്കിക്കോളൂ. The modern allopathic healthcare system in India includes a public sector, private sector, and an informal network of care providers. എന്താ പറയുന്നത്? മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റത്തില് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സെക്ടേഴ്സ് ഏതൊക്കെയാണ്? പബ്ലിക് സെക്ടർ അല്ലേ. പബ്ലിക് സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? പബ്ലിക് സെക്ടർ എന്തായിരിക്കും? പൊതുമേഖല അല്ലെ. ഗവൺമെന്റ് അല്ലെ. ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ എന്താണ്? പബ്ലിക് സെക്ടറിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി പ്രൈവറ്റ് സെക്ടർ എന്തായിരിക്കും? പ്രൈവറ്റ് സെക്ടർ സ്വകാര്യ മേഖല അല്ലെ. നോൺ ഗവൺമെന്റ്. എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ക്ലിനിക്ക്. ക്ലിനിക്ക് ഒക്കെ എന്താണ്? ഈ പ്രൈവറ്റ് സെക്ടറിന്റെ എക്സാമ്പിൾ ആണ്. ഇനി എന്താണ്? ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആതുര സേവന രംഗം. ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞാല് ആതുര സേവന രംഗം. നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല, മിസ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ് എന്ന് പറഞ്ഞാല് ഇപ്പൊ വീൽ ചെയറിൽ നടക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ? സ്ട്രക്ചറിൽ കിടന്ന കിടപ്പോട് കൂടി കിടക്കുന്ന ആൾക്കാര്, തളർവാദ രോഗികൾ അല്ലെ, അല്ലെങ്കിൽ നടക്കാൻ പറ്റാത്ത കാല് തളർന്ന ആൾക്കാര് അല്ലെ, വീൽ ചെയറിൽ ഇരിക്കുന്ന ആൾക്കാര്, ഇവർക്കൊക്കെ എന്താണ്? ഹോസ്പിറ്റലിൽ പോകാനായിട്ട് പറ്റില്ല. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോ എന്താണ്? സ്ട്രക്ചറിലൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ? എന്താണ്? സർവീസ് ചെയ്യുന്ന ആൾക്കാര്, ആംബുലൻസ് സർവീസ് ഒക്കെ എന്താണ്? പെട്ടെന്ന് രോഗികളെ കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്ന സർവീസ് ആണ് അല്ലെ. അതൊക്കെയാണ് ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സിന് എക്സാമ്പിള്. മനസ്സിലായോ ഏതൊക്കെയാണെന്ന്? മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റത്തില് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? പബ്ലിക് സെക്ടർ ഉണ്ട്, പ്രൈവറ്റ് സെക്ടർ ഉണ്ട്, ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സ്. പബ്ലിക് സെക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? പൊതുമേഖല, ഗവൺമെന്റ് ഹോസ്പിറ്റല് എക്സാമ്പിൾ ആയിട്ട് പറയാം. അതുപോലെ പ്രൈവറ്റ് സെക്ടറിന് ക്ലിനിക്കുകൾ. ഓക്കെ, ക്ലിനിക്കുകളൊക്കെ എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ഇൻഫോർമൽ നെറ്റ്വർക്ക് ഓഫ് കെയർ പ്രൊവൈഡേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഏതാണ്? ആംബുലൻസ് സർവീസ്, പാലിയേറ്റീവ് കെയർ. ഓക്കെ, ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റത്തെ കുറിച്ചാണല്ലേ നമ്മൾ പഠിക്കുന്നത്. ഓരോ സ്റ്റേജുകളുണ്ട്. ആ സ്റ്റേജില് നമുക്ക് എന്താണ്? ഓരോ ഫേസുകൾ. ആ ഫേസിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സിമ്പിൾ ആണ്. അപ്പോ മോഡേൺ മരുന്നുകളുടെ കാലഘട്ടത്തില് അല്ലെങ്കിൽ അതിന്റെ ആരംഭത്തിലാണ് ബ്രിട്ടീഷുകാർ ഉണ്ടായിരുന്നത് നമ്മുടെ നാട്ടില്. മനസ്സിലായോ? മോഡേൺ മെഡിസിൻസിന്റെ ആരംഭത്തില് നമ്മുടെ നാട്ടിൽ ആരുണ്ടായി? ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു. അപ്പോ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ആണെന്ന് പറയാൻ പറ്റും ഈ അലോപ്പതിക് മെഡിസിൻസ്, മോഡേൺ മെഡിസിൻസ്. അതുപോലെ തന്നെ റെയിൽവേ അല്ലെ, പിന്നെന്താണ്? എയർ ട്രാൻസ്പോർട്ട് ഒക്കെ എന്താണ്? ആരുടെ കോൺട്രിബ്യൂഷൻ ആണ്? ഈ ബ്രിട്ടീഷുകാരുടെ കോൺട്രിബ്യൂഷൻ ആണ്. അപ്പൊ അവരുടെ കാലഘട്ടത്താണ് ഈ മോഡേൺ മെഡിസിൻ
ആരംഭിച്ചത്. മനസ്സിലായോ? ഓക്കെ ആണോ ഇത്രയും കാര്യങ്ങള്? ഓക്കെ, ഈ ഫേസ് നോക്കാം നമുക്ക്. ഇന്ത്യസ് ഹെൽത്ത് എന്താ പറയണോ മിസ്? എന്താണ്? മോഡേൺ മെഡിസിനുകളുടെ ആരംഭത്തിലാണ് ബ്രിട്ടീഷുകാര് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത്. അവരുടെ കാലഘട്ടത്താണ് ഈ മോഡേൺ മെഡിസിൻ, ഇംഗ്ലീഷ് മരുന്നുകളുടെ കാലഘട്ടം തുടങ്ങിയത്. അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ആണെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്, ഏതൊക്കെയാണ് അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയാൻ പറ്റുന്നത്? റെയിൽവേസ് അല്ലെ, അതുപോലെ എയർ ട്രാൻസ്പോർട്ട് ഒക്കെ എന്താണ് ബ്രിട്ടീഷുകാരുടെ കോൺട്രിബ്യൂഷൻ ആണ്. കിട്ടിയോ? ഓക്കെ, ഇനി നമുക്ക് ഫേസ് നോക്കാം കേട്ടോ. ഇന്ത്യസ് ഹെൽത്ത് സിസ്റ്റം can be categorized into 3 distinct phases. 3 phase സിസ്റ്റത്തെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് സിസ്റ്റം എങ്ങനെയാണ്? ഫസ്റ്റ് ഫേസ് ഇൻ ദ ഇനീഷ്യൽ ഫേസ്. ഏത് തൊട്ട് ഏത് വരെയാണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. പീരീഡുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 1947 to 1983 ആ കാലഘട്ടത്താണ് ഇനീഷ്യൽ സ്റ്റേജ് ആരംഭിച്ചത്. ഓക്കെ, ഫസ്റ്റ് ഫേസ് ഇനീഷ്യൽ ഫേസ് എന്ന് പറയുന്നത് 1947 to 1983 ആണ്. ഇനി ആ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് പ്രത്യേകതകൾ ഉണ്ടായിരുന്നത്? നോക്കേ, ഹെൽത്ത് പോളിസി വാസ് based on two broad principle. 2 പ്രിൻസിപ്പിൾ ആണ് ആ കാലഘട്ടത്ത് ഉണ്ടായിരുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ നോക്കിയേ, none should be denied health care because of the lack of pay. എന്താ ഉദ്ദേശിക്കുന്നത്? ഡിനൈഡ് എന്താ? ഡിനൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തായിരിക്കും മീനിങ്? നിഷേധിക്കുക അല്ലെ. ഇവിടെ പറയുന്നത് എന്താണ്? ലാക്ക് ഓഫ് പേ, പണമില്ലാത്തത് മൂലം ഹെൽത്ത് കെയർ കൊടുക്കുന്നത് നിഷേധിക്കാൻ പാടില്ല. അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിള്. എന്താണ്? പണമില്ലാത്തത് മൂലം ഹെൽത്ത് കെയർ കൊടുക്കുന്നത് നിഷേധിക്കാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്? ഈ മോഡേൺ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ആരംഭത്തില് നമ്മുടെ നാട്ടില് ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു അല്ലെ. ബ്രിട്ടീഷുകാര് വന്നിരുന്നു. അപ്പോ ആ ബ്രിട്ടീഷുകാർ വന്നപ്പോ നമ്മുടെ നാട്ടിൽ ആരായിരുന്നു ഭരിച്ചിരുന്നത്? ജന്മിമാര്, അടിയാന്മാരുടെ കാലഘട്ടമായിരുന്നു. അവർക്കാണ് മുൻഗണന നൽകിയിരുന്നത്. ഇവർക്കാണ് ചികിത്സകളൊക്കെ കൊടുത്തിരുന്നത്. അപ്പൊ പാവപ്പെട്ടവൻ എന്താണ് നിഷേധിച്ചിരുന്നത്? ചികിത്സകൾ നിഷേധിച്ചിരുന്നു അല്ലെ. അവനൊരു എന്താണ് ലോവർ ലെവലിലാണ് അല്ലെ കണ്ടിരുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്ത് അല്ലെങ്കിൽ മോഡേൺ സിസ്റ്റം നിലനിന്നിരുന്ന കാലഘട്ടത്ത് ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അവര് വന്നപ്പോ ആരുടെ കാലഘട്ടമായിരുന്നു? ജന്മിമാര്, അടിയാന്മാര് അല്ലെ, ഇവരുടെ കാലഘട്ടമായിരുന്നു. ഇവർക്കാണ് മുൻഗണന. നമ്മുടെ നാട് ഭരിച്ചിരുന്നത് ഇവരായിരുന്നു. മനസ്സിലായോ? അപ്പൊ എന്താണ്? പാവപ്പെട്ടവന് കുറെ കാര്യങ്ങൾ അവിടെ നിഷേധിച്ചിരുന്നു. ഇനി ബ്രിട്ടീഷുകാര് പോയതിനു ശേഷം എന്തുണ്ടായി? ഇന്ത്യൻ ഗവൺമെന്റ് പ്രിൻസിപ്പിള് മാറ്റി എഴുതി. ആ പ്രിൻസിപ്പിൾ ആണ് നമ്മൾ ഇവിടെ പഠിച്ചത്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്തായിരുന്നു? പാവപ്പെട്ടവനെന്നോ അല്ലെങ്കിൽ പണമില്ലാത്തവനെന്നോ ഇല്ലാതെ ഏത് സമയത്തും ഹെൽത്ത് കെയർ കൊടുക്കാനുള്ള അവകാശമുണ്ട്, അല്ലെങ്കിൽ ചികിത്സ കിട്ടാനുള്ള അവകാശം ആളുകൾക്കുണ്ട്. മനസ്സിലായോ? ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണ്? പാവപ്പെട്ടവനെന്നോ പണമില്ലാത്തവനോ അല്ലാതെ, അല്ലെ പണമില്ലാത്തവനെന്നോ ഇല്ലാതെ ഏത് സമയത്തും അവന് ചികിത്സ കൊടുക്കാനുള്ള അല്ലെങ്കിൽ ചികിത്സ കിട്ടാനുള്ള അവകാശം അവനുണ്ട്. മനസ്സിലായോ? ഫസ്റ്റ് പ്രിൻസിപ്പിൾ മനസ്സിലായോ? None should be denied health care because of the lack of pay. പണമില്ലാത്തത് മൂലം ചികിത്സ നിഷേധിക്കാൻ പാടില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്താണ്? ഇതൊക്കെ നിങ്ങളുടെ ഭാഷയിൽ എഴുതി വെക്കണം കേട്ടോ മിസ് പറയുമ്പോ. ഓക്കെ, രണ്ടാമത്തെ പ്രിൻസിപ്പിൾ പറയട്ടെ. എന്താണ്? It was the moral duty of the state to provide health care to the people. This phase shows moderate achievement. ഇനി എന്താണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ പറയുന്നത്?
ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നത് സ്റ്റേറ്റിന്റെ ഒരു മോറൽ ഡ്യൂട്ടി ആയിട്ട് മാറിക്കഴിഞ്ഞു. എന്താ പറഞ്ഞത്? ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നത് സ്റ്റേറ്റിന്റെ ഒരു മോറൽ ഡ്യൂട്ടി ആയിട്ട് മാറി. കിട്ടിയില്ലേ രണ്ട് പ്രിൻസിപ്പിളും? ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്തായിരുന്നു? പണമില്ലാത്തത് മൂലം ഹെൽത്ത് കെയർ ആർക്കും നിഷേധിക്കാനായിട്ട് പാടില്ല. പിന്നെന്താണ്? ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നത് സ്റ്റേറ്റിന്റെ മോറൽ ഡ്യൂട്ടി ആയിട്ട് മാറി. അപ്പോ ഇനീഷ്യൽ ഫേസില് ഏത് പീരീഡ് തൊട്ട് ഏത് പീരീഡ് വരെയാണ് ഇനീഷ്യൽ ഫേസ് എന്ന് പറയുന്നത്? 1947 to 1983. അതില് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്, രണ്ട് പ്രിൻസിപ്പിൾ ആണ് അതിൽ ഫോളോ ചെയ്യുന്നത്. എന്താണ്? പണമില്ലാത്തത് മൂലം ഹെൽത്ത് കെയർ നിഷേധിക്കാൻ പാടില്ല, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നത് സ്റ്റേറ്റിന്റെ മോറൽ ഡ്യൂട്ടി ആയിട്ട് മാറി. ഓക്കെ ആണോ? ഡൗട്ട് വരുന്നുണ്ടോ? ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, ഇനി സെക്കൻഡ് ഫേസ് നോക്കിയേ. സെക്കൻഡ് ഫേസ് എന്താണ്? In the second phase of 1983 to 2000. Second phase in the period എന്താണ്? 1983 to 2000 വരെയാണ്. A national health policy was proclaimed for the first time 1983. Underline ചെയ്തേ. നാഷണൽ ഹെൽത്ത് പോളിസി വന്നത് എപ്പോഴാണ്? 1983ലാണ്. ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, പ്രൊക്ലൈംഡ് എന്ന് പറഞ്ഞാൽ എന്താ? വിളംബരം ചെയ്യപ്പെട്ട. പ്രൊക്ലൈംഡ് മീൻസ് വിളംബരം ചെയ്യപ്പെട്ട. നാഷണൽ ഹെൽത്ത് കെയർ പോളിസി വിളംബരം ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ വന്നത് എപ്പോഴാണ്? 1983ലാണ്. ഓക്കെ, മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കാട്ടോ. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ആൻസറിൽ കണ്ടിട്ടുണ്ട്, അതാണ് മിസ് പറയുന്നത് കേട്ടോ. ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞത് മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കണം. Which pronounced clearly the need to encourage private initiative in the healthcare service delivery. The policy also intensified the access to publicly funded primary health care, facilitating expansion of health facilities in rural area through national health programs. അതും കൂടി ഒന്ന് അടയാളപ്പെടുത്തിക്കോളൂ കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എക്സ്പാൻഡ് NHPs എന്ന് ചോദിച്ചാല് എഴുതേണ്ടതാണ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്. ഓക്കെ, അപ്പോ ഇവിടെ സെക്കൻഡ് ഫേസ് എന്താ പറയുന്നത്? നാഷണൽ ഹെൽത്ത് പോളിസി വന്നിരിക്കുന്നത്, വിളംബരം ചെയ്യപ്പെട്ടിട്ടുള്ളത് 1983ലാണ്. അതുപോലെ തന്നെ എന്താണ് ഇവിടെ നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് ഫേസിൽ പറഞ്ഞു എന്താണ്? ഹെൽത്ത് കെയർ പോളിസി കൊടുക്കുന്നത് സ്റ്റേറ്റിന്റെ ഒരു ഡ്യൂട്ടി ആയിട്ട് മാറി, അല്ലെ? ഗവൺമെന്റിന്റെ ഒരു ഡ്യൂട്ടി ആയിട്ട് മാറി. സെക്കൻഡ് ഫേസിലോട്ട് കടക്കുമ്പോ ഈ സ്റ്റേറ്റിന് എന്താണ്? ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വന്നു. അപ്പൊ എന്ത് ചെയ്തു അവര്? പബ്ലിക് സെക്ടറിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഹെൽത്ത് കെയർ കൊടുക്കാനായിട്ട് തുടങ്ങി. എന്താ പറഞ്ഞത്? സ്റ്റേറ്റ് ആദ്യത്തെ ഫേസിൽ നമ്മൾ എന്താ പറഞ്ഞത്? സ്റ്റേറ്റിന്റെ ഒരു ഡ്യൂട്ടി ആയിട്ട് മാറി, അല്ലെ? ഹെൽത്ത് കെയർ കൊടുക്കുക എന്നത്. ഇനി സെക്കൻഡ് ഫേസിലോട്ട് വന്നപ്പോ ഗവൺമെന്റിന് ബുദ്ധിമുട്ടായിട്ട് വന്നു. അതെന്താണ്? ചിലപ്പോ എക്കണോമിക് പ്രോബ്ലംസ് വരാം. അതുപോലെ തന്നെ ഗവൺമെന്റില് അത്രയധികം എംപ്ലോയീസ് ഇല്ലാത്തത് മൂലം അവർക്ക് പല സ്ഥലങ്ങളിലും എത്തപ്പെടാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഹെൽത്ത് കെയർ കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വന്നു. അപ്പൊ അവരെന്ത് ചെയ്തു? പബ്ലിക് സെക്ടറിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് ഹെൽത്ത് കെയർ കൊടുക്കാനായിട്ട് തുടങ്ങി. മനസ്സിലായോ? പബ്ലിക് സെക്ടറിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഹെൽത്ത് കെയർ കൊടുക്കാൻ തുടങ്ങി. അതാണ് നമ്മൾ കണ്ടു വരുന്നത്. എന്താണ്? ചില ചെറിയ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ വരാനായിട്ട് തുടങ്ങി. ഇനി എന്താ പറയുന്നത്? NHPs, അല്ലെ? നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്.
അതാണ് നമ്മൾ എന്താണ് ഇപ്പൊ ഗ്രാമങ്ങളിലൊക്കെ എത്തിപ്പെടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ, ഗവൺമെന്റ് സെക്ടറിലുള്ള ആൾക്കാർക്ക്. അപ്പോ അവരെയും കൂടി ചേർത്ത്, പബ്ലിക് സെക്ടറിനെയും കൂടി ചേർത്ത് കൊണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ പോയിട്ട് ഹെൽത്ത് കെയർ കൊടുക്കാനായിട്ട് തുടങ്ങി. എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റും ഏതൊക്കെയാണ്. ഗ്രാമങ്ങളിലൊക്കെ സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ചില ഗ്രാമങ്ങളിലൊക്കെ എത്തിപ്പെടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. അപ്പൊ എന്ത് ചെയ്ത ജനങ്ങൾക്ക് ഹെൽത്ത് കെയർ കൊടുത്തിരുന്നത്? ചെറിയ ക്യാമ്പുകള്, മെഡിക്കൽ ക്യാമ്പുകളൊക്കെ കൊടുത്തിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ നിങ്ങള്? അതന്നെ, ക്യാമ്പുകൾ കൊടുക്കാനായിട്ട് അല്ലെ, മെഡിക്കൽ ക്യാമ്പുകള് കൊടുക്കാനായിട്ട് തുടങ്ങി. അതാണ് NHP. ഓക്കെ, NHP നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്. അതിന് എക്സാമ്പിൾ ആയിട്ട് എന്താണ് മെഡിക്കൽ ക്യാമ്പ് ഒക്കെ പറയാൻ പറ്റും നമുക്ക്. മനസ്സിലായോ? അപ്പൊ സെക്കൻഡ് ഫേസ് എന്താ പറഞ്ഞത്? ഇമ്പോർട്ടന്റ് ഉള്ളത് മിസ് പറയാം. നാഷണൽ ഹെൽത്ത് പോളിസി പ്രൊക്ലൈംഡ് അല്ലെ, വിളംബരം ചെയ്യപ്പെട്ടത് എന്താണ്? 1983 ഇനി ഈ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. എന്താണ്? ഫസ്റ്റ് ഫേസിൽ സ്റ്റേറ്റിന്റെ ഒരു ഡ്യൂട്ടി ആയിരുന്നു ഹെൽത്ത് കെയർ കൊടുക്കുക എന്നത്. ഇനി സെക്കൻഡ് ഫേസിലോട്ട് വന്നപ്പോ എന്താണ്? അവർക്ക് ചിലപ്പോൾ ഗവൺമെന്റ് എംപ്ലോയീസ് ആയതുകൊണ്ട് കുറവായിരിക്കും എംപ്ലോയീസ് ഉള്ളത്. അതുപോലെ തന്നെ എക്കണോമിക് പ്രോബ്ലംസ് ഒക്കെ വരാനായിട്ട് തുടങ്ങി. അതാണ് മിസ് പറയുന്നത്. സെക്കൻഡ് ഫേസ് ആണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ആണോ? സെക്കൻഡ് ഫേസ് ആണ്, ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് മിസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാഷണൽ ഹെൽത്ത് കെയർ പോളിസി വന്നത് എപ്പോഴാണ്? 1983. അതുപോലെ തന്നെ സെക്കൻഡ് ഫേസിൽ എന്തുണ്ടായി? ജനങ്ങൾക്ക് ഹെൽത്ത് കെയർ കൊടുക്കാനായിട്ട് ഗവൺമെന്റിന്റെ കൂടെ പ്രൈവറ്റ് സെക്ടറും കൂടി ആഡ് ചെയ്ത് തുടങ്ങി. രണ്ടുപേരും കൂടിയാണ് ഹെൽത്ത് കെയർ കൊടുത്തിരുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? അത്രയും ഉള്ളൂ അതിന്റെ കൺസെപ്റ്റ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അതുപോലെ തന്നെ NHPs, എക്സ്പാൻഡ് NHPs ചോദിക്കാം. നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്, അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കുക. ക്ലിയർ ആണോ? സെക്കൻഡ് ഫേസ്. ഓക്കെ, ഇനി തേർഡ് ഫേസ് നോക്കിയേ. തേർഡ് ഫേസ് എന്താണ്? പോസ്റ്റ് 2000 അല്ലെ, 2000 മുതൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന കാലഘട്ടം വരെയുള്ള ഫേസ് ആണ് തേർഡ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, witnessing a further shift and pinning of focus, the current phase addresses main issues such as, ഇതൊന്നും അടയാളപ്പെടുത്തിക്കോളൂ കേട്ടോ. Issues such as തുടങ്ങി public private partnership, liberalization of insurance sector and the government as a finance. 3 കാര്യങ്ങളാണ് നമ്മൾ അവിടെ നോക്കേണ്ടത്. എന്താണ്? 2000 മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടമാണ് തേർഡ് ഫേസിൽ പറയുന്നത്. നമ്മൾ പഠിച്ചു എന്താണ്? സെക്കൻഡ് ഫേസിൽ ഹെൽത്ത് കെയർ കൊടുത്തിരുന്നത് ഗവൺമെന്റും പ്രൈവറ്റ് സെക്ടറും കൂടിയായിരുന്നു. അവിടെ നോക്കിയേ, പബ്ലിക് പ്രൈവറ്റ് ഓണർഷിപ്പ് അല്ലെ, ഹെൽത്ത് കെയർ കൊടുത്തിരുന്നത് ആരൊക്കെ തമ്മിലാണ്? പബ്ലിക്കും പ്രൈവറ്റും കൂടിയാണ്. അതാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഇൻഷുറൻസ് സെക്ടർ അല്ലെ, ഇൻഷുറൻസ് ഒക്കെ വന്നു. എന്താണ്? ഇപ്പൊ നിങ്ങള് ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അഡ്മിറ്റ് ആയ എന്തെങ്കിലും സർജറിയോ അല്ലെങ്കിൽ ഡെലിവറിയോ എന്തെങ്കിലും ആയിക്കോട്ടെ, അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ എന്താണ്? ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാറില്ലേ? ഇൻഷുറൻസ് എടുക്കാത്തവരുണ്ടോ നമ്മുടെ ഇടയില്? അല്ലെ, ഒരു ഇൻഷുറൻസ് എങ്കിലും ആർക്കെങ്കിലും, എല്ലാവർക്കും ഉണ്ടാവും അല്ലെ, എല്ലാവരും എടുത്തിട്ടുണ്ടാവും. അത് ആരാണ് അപ്പൊ പ്രൊവൈഡ് ചെയ്തു തരുന്നത്? ബില്ലൊക്കെ സബ്മിറ്റ് ആക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ ഹോസ്പിറ്റലിൽ കൊടുക്കുമ്പോ ആ പൈസ ആരാണ് നമുക്ക് തരുന്നത്? RSBY കാർഡൊക്കെ ഇൻഷുറൻസ് സെക്ടറിന് എക്സാമ്പിൾ ആയിട്ട് പറയാം കേട്ടോ. നമുക്ക് ആരോഗ്യ ഇൻഷുറൻസ് അല്ലെ, RSBY കാർഡ് കേട്ടിട്ടുണ്ടോ നിങ്ങള്? RSBY കാർഡ് ഓക്കെ. അപ്പോ എന്താണ്? നമ്മുടെ ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് ഗവൺമെന്റിൽ നിന്നാണല്ലേ നമുക്ക് പൈസ കിട്ടുന്നത്, ആണോ? അങ്ങനെയല്ലേ? ഓക്കെ, അപ്പൊ എന്താണ്? ഗവൺമെന്റ് ആസ് എ ഫിനാൻഷ്യർ ആയിട്ട് മാറിയേ, ഗവൺമെന്റ് ആസ് എ ഫിനാൻഷ്യർ ആയിട്ട് മാറി. 3 കാര്യങ്ങളാണ് നമ്മൾ അതിൽ പഠിക്കേണ്ടത് കേട്ടോ. തേർഡ് ഫേസിൽ നോക്കേണ്ടത് എന്താണ്? പബ്ലിക് പ്രൈവറ്റ് ഓണർഷിപ്പ് വന്നു, അതുപോലെ ഇൻഷുറൻസ് സെക്ടർ വന്നു അല്ലെ, അതുപോലെ എന്താണ്? ഇൻഷുറൻസ് നമ്മള് ബില്ലൊക്കെ അടയ്ക്കാനായിട്ട് ഹോസ്പിറ്റലിലെ കേസൊക്കെ വരുമ്പോ ബില്ല് നമ്മള്
ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാറുണ്ട്. അപ്പൊ ബില്ലൊക്കെ സെറ്റിൽ ആക്കി അവർക്ക് കൊടുത്ത് ആരിൽ നിന്നാണ് നമുക്ക് എമൗണ്ട് ലഭിക്കുന്നത്? ഗവൺമെന്റിൽ നിന്നാണ്. അപ്പൊ ഗവൺമെന്റ് ആസ് എ ഫിനാൻഷ്യർ ആയിട്ട് മാറി. കിട്ടിയോ? കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, 3 ഫേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഗവൺമെന്റിന്റെ പറയണോ? അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. തേർഡ് ഫേസ് ഒന്നും കൂടിയും പറയാം. മിസ്. തേർഡ് ഫേസിൽ എന്താണ്? 2000 മുതൽ ഇന്ന് വരെ നമ്മളെ ഹെൽത്ത് കെയർ സിസ്റ്റം എത്തി നിൽക്കുന്നത് ഇന്ന് വരെയാണ്. നമ്മുടെ ഈ ഇയറിലാണ്, ഈ കാലഘട്ടത്താണ്. അതാണ് തേർഡ് ഫേസിൽ പറയുന്നത്. 2000 മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടം. അപ്പൊ അവിടെ എന്താണ് നമ്മൾ പഠിച്ചു? സെക്കൻഡ് ഫേസിൽ പഠിച്ചു, ഹെൽത്ത് കെയർ കൊടുത്തിരുന്നത് ഗവൺമെന്റും പ്രൈവറ്റ് സെക്ടറും കൂടിയാണ്. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് പബ്ലിക് പ്രൈവറ്റ് ഓണർഷിപ്പ്. ഹെൽത്ത് കെയർ രണ്ടുപേരും കൂടിയും കൊടുക്കാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ എന്താണ്? ഇൻഷുറൻസ് സെക്ടേഴ്സ് വന്നല്ലേ? ഇൻഷുറൻസ് RSBY കാർഡ് അല്ലെ? ജനങ്ങൾക്ക് എന്താണ് ഇൻഷുറൻസ് സെക്ടേഴ്സ് അത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങി ഗവൺമെന്റ്. RSBY കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോഗ്യ ഇൻഷുറൻസ് ആണ് അല്ലെ? അത് ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? ആരാണ്? ഗവൺമെന്റ് അല്ലേ? ആണോ? ഓക്കെ. അപ്പൊ എന്താണ് ഇങ്ങനെ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് മൂലം ഇൻഷുറൻസ് ഒക്കെ വന്നു തുടങ്ങി. നമ്മളിപ്പോ എന്താണ് ഇൻഷുറൻസ് ആരിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? ആരിൽ നിന്നാണ് കിട്ടുന്നത് നമുക്ക് ഇൻഷുറൻസ്? ഗവൺമെന്റിൽ നിന്ന്. അതാണ് അവിടെ പറയുന്നത് ദ ഗവൺമെന്റ് ആസ് എ ഫിനാൻഷ്യർ അല്ലെ? ഒരു ആക്സിഡന്റ് കേസ് അല്ലെങ്കിൽ എന്താണ് ഒരു ഡെലിവറി അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാല് നമ്മുടെ എല്ലാ ബില്ലുകളും സബ്മിറ്റ് ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് ആരിൽ നിന്നാണ് എമൗണ്ട് കിട്ടുന്നത്? ഗവൺമെന്റിൽ നിന്നല്ലേ? ഓക്കെ, അതാണ് അവിടെ പറയുന്നത് ദ ഗവൺമെന്റ് ആസ് എ ഫിനാൻഷ്യർ. കിട്ടിയോ? ഇനി ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ഫസ്റ്റത്തെ കാര്യം പറയണോ? ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണ്? ഫസ്റ്റ് പ്രിൻസിപ്പിളില് 2 പ്രിൻസിപ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനീഷ്യൽ ഫേസില് 2 പ്രിൻസിപ്പിളെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് എന്താണ്? നൺ ഷുഡ് ബി ഡിനൈഡ് ഹെൽത്ത് കെയർ ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് പേ. പണമില്ലാത്തത് മൂലം ചികിത്സ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ നിഷേധിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു എന്താണ്? നമ്മുടെ നാട്ടിലേക്ക് എന്താണ് ഈ മോഡേൺ അലോപ്പതിക് സിസ്റ്റം ആരംഭിക്കുമ്പോൾ ആരുണ്ടായിരുന്നു? ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു. അപ്പോ ആ ബ്രിട്ടീഷുകാര് നമ്മുടെ നാട്ടിലേക്ക് വന്നപ്പോ ആരുടെ കാലഘട്ടമായിരുന്നു? ജന്മിമാര്, അടിയാന്മാരൊക്കെയാണ് നമ്മുടെ നാട് ഭരിച്ചിരുന്നത്. അവർക്കാണ് മുൻഗണന നൽകിയിരുന്നത് അല്ലെ? അപ്പോ പാവപ്പെട്ടവൻ എന്താണ്? കുറെ കാര്യങ്ങൾ നിഷേധിച്ചിരുന്നു. അപ്പോ അവർക്ക് ഈ ബ്രിട്ടീഷുകാര് പോയതിനു ശേഷം ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഈ പ്രിൻസിപ്പിള് മാറ്റി എഴുതി. എന്താ എഴുതിയത് അവര്? പണമില്ലാത്തത് മൂലം പാവപ്പെട്ടവനെന്നോ അല്ലെങ്കിൽ പണമില്ലാത്തവനെന്നോ അവർക്ക് എന്താണ് ചികിത്സ നിഷേധിക്കാനായിട്ട് പാടില്ല. പണമില്ലാത്തത് മൂലം അവർക്ക് ഒരു ചികിത്സയും നിഷേധിക്കാൻ പാടില്ല. അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആയിട്ട് പറയുന്നത്. ഇനി സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്താണ്? ഇറ്റ് വാസ് മോറൽ ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ് ടു പ്രൊവൈഡ് ദ ഹെൽത്ത് കെയർ ടു ദ പീപ്പിൾ. എന്താണ്? പബ്ലിക്കിന് അല്ലെങ്കിൽ പീപ്പിളിന് കൊടുക്കുന്ന ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ ഒരു ഡ്യൂട്ടി ആയിട്ട് മാറി, ഗവൺമെന്റിന്റെ ഡ്യൂട്ടി ആയിട്ട് മാറി. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്താണ്?
The healthcare infrastructure in rural area being developed as a 3-tier system. A healthcare system divided into എന്താണ് 3-tier system ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സിസ്റ്റത്തിൽ എന്താ പറയുന്നത്? സബ് സെന്റർ, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് എന്നൊക്കെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സബ് സെന്റർ എന്തായിരിക്കും? എന്താണ് സബ് സെന്റർ? ഒന്ന് വായിച്ചു നോക്കിയേ സബ് സെന്റർ എന്താണെന്ന്. ഒരാൾക്ക് വായിച്ച് പറയാൻ പറ്റോ എന്താണെന്നുള്ളത്? മനസ്സിലായത് പറഞ്ഞാൽ മതി. ആർക്ക് പറയാം? ആര് പറയും? വായിക്കാം മാഡം. വായിക്കേണ്ട, മനസ്സിലായത് പറഞ്ഞാൽ മതി. അതായത് ഇവര് നമ്മൾക്ക് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഹെൽത്ത് കെയർ സെന്ററിൽ കുറച്ച് പേരായിട്ട് തരംതിരിച്ച് ആശാ വർക്കർ അങ്ങനെയുള്ള ആളുകളെ തരംതിരിച്ച് നമ്മുടെ ആളുകൾ, രോഗികളായിട്ടുള്ള ആളുകളെ കണ്ടുപിടിച്ച് അവർക്ക് മെഡിസിൻ എത്തിക്കാനുള്ള ഒരു വഴി ചെറിയ ചെറിയ ക്യാമ്പുകൾ മാതിരി നടത്തുന്നുണ്ട് എന്നുള്ള ഒരു രീതിയാണ് എനിക്ക് മനസ്സിലായത്. പ്രൈമറി കെയർ ആണല്ലോ ഇവര് കൊടുക്കുന്നത്. പ്രാഥമിക ചികിത്സകൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ എന്താണ് ഇമ്മ്യൂണൈസേഷൻ? എന്താ ഇമ്മ്യൂണൈസേഷൻ? പോളിയോ കുത്തിവെപ്പ് അല്ലെ? ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. മെഡിക്കൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? ഇതൊരു ടെമ്പററി സ്ട്രക്ചർ ആണ് അല്ലെ? എന്താണ് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് ഹെൽത്ത് സെന്റേഴ്സ് ഒക്കെ ഈ സബ് സെന്ററിന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നുണ്ട്. ഹെൽത്ത് സെന്റർ നമ്മുടെ നാട്ടിൽ എന്താണ് എല്ലാ ദിവസവും തുറക്കോ അവര്? ഓപ്പൺ ആയിരിക്കോ? ഇല്ലല്ലേ. ആഴ്ചയിൽ 1-2 ദിവസം, ചിലപ്പോ ബുധനാഴ്ച അല്ലെങ്കിൽ എന്താണ് ശനിയാഴ്ചയൊക്കെ ആയിരിക്കാം ഹെൽത്ത് സെന്റർ ഓപ്പൺ ആവുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു നോക്കാം. ഇനി ഓക്കെ, അതാണ് ടെമ്പററി സ്ട്രക്ചർ എന്ന് പറയുന്നത്. 1-2 ദിവസം, ആഴ്ചയിൽ 1-2 ദിവസമായിരിക്കും ഓപ്പൺ ആയിരിക്കുന്നത്. പിന്നെ അവിടെ എംപ്ലോയീസ് എത്ര പേരുണ്ടാവും? എംപ്ലോയീസ് ആശാ വർക്കേഴ്സ് ഒക്കെ കേട്ടോ. എംപ്ലോയീസ് എത്ര പേരുണ്ടാവും? കെയർ വർക്കേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. പിന്നെ എത്ര പേർക്കാണ് അവര് സേവനങ്ങൾ ചെയ്യുന്നത്? എത്ര പേർക്കാണ്? എത്ര പേർക്കായിരിക്കും? 5000 ഇൻഡിവിജ്വൽസ്. 5000 പീപ്പിൾസിനാണ് അല്ലെ? ചെറിയ ഹെൽത്ത് സെന്റർ ആണല്ലേ? ഹെൽത്ത് സെന്റർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ചെറുതാണ്. അപ്പൊ അത്രയും ആളുകൾക്കാണ് അവര് സേവനങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, മനസ്സിലായോ? ഇത്രയും കാര്യങ്ങള്. സബ് സെന്റർ എന്ന് പറഞ്ഞാല് എന്താണ്? ഹെൽത്ത് സെന്റേഴ്സ് ആണ്. പ്രൈമറി കെയർ ആണ് അവർ കൊടുക്കുന്നത്. അതുപോലെ മെഡിക്കൽ സർവീസുകൾ, ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കുത്തിവെപ്പുകള്. ഇതൊക്കെയാണ് കുട്ടികൾക്കുള്ള കുത്തിവെപ്പൊക്കെ ഇല്ലേ, അതൊക്കെയാണ് അവിടെ കൊടുക്കുന്നത്, അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടെമ്പററി സ്ട്രക്ചർ ആണ്. ആഴ്ചയിൽ 1-2 ദിവസം മാത്രമേ അത് ഓപ്പൺ ആവുള്ളൂ. പിന്നെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ 1-2 കോവർക്കേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. പിന്നെ എന്താ പറയുന്നത്? 5000 പീപ്പിൾസിനാണ് അവിടെ സേവനം ചെയ്യുന്നത്, അവിടെ സർവീസ് നടത്തുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. മിസ് ചെറുതാക്കി പോയിന്റ് പറഞ്ഞുതരാം. ഓക്കെ, സബ് സെന്ററിന് ഹെഡിങ് കൊടുക്കാം കേട്ടോ. സബ് സെന്റർ. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് പ്രൊവൈഡ് ബേസിക് പ്രൈമറി കെയർ. ഇറ്റ് പ്രൊവൈഡ് ബേസിക് പ്രൈമറി കെയർ. മിസ് പറഞ്ഞു തന്നാ പോരെ? ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ടൈപ്പ് ചെയ്ത് വരുമ്പോ ടൈമും പോകും, അതുകൊണ്ടാണ് കേട്ടോ. പറഞ്ഞു തന്നാ മതിയല്ലേ? ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് പ്രൊവൈഡ് ബേസിക് പ്രൈമറി കെയർ അല്ലെ? നമ്മൾ പറഞ്ഞതാണ് പ്രൈമറി കെയർ ആണ് അവിടെ കൊടുക്കുന്നത്. അതുപോലെ എന്താണ് നെക്സ്റ്റ് പോയിന്റ് എഴുതിക്കോളൂ.
It provides basic medical service like immunization. അല്ലെ, കുത്തിവെപ്പുകളാണ് അവിടെ നൽകുന്നത്. It provides basic medical service. It provides basic medical service like immunization. ഇനി നെക്സ്റ്റ് സെന്റൻസ് ആണ് തേർഡ് സെന്റൻസ്. It is a temporary structure. It is a temporary structure. ആഴ്ചയിൽ 1-2 ദിവസം മാത്രമേ ഇത് ഓപ്പൺ ആക്കുള്ളൂ. It is a temporary structure. Next point, employing 1-2 കെയർ വർക്കേഴ്സ്. അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ എത്ര എണ്ണമാണ്? 1-2 കെയർ വർക്കേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. Employing 1-2 കെയർ വർക്കേഴ്സ്. ലാസ്റ്റ് സെന്റൻസ്, it serve SERVE സേവനം. It serve SERVE. It serve 5,000 people. It serve 5,000 people. എഴുതിയോ? അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഇനി എക്സാമ്പിൾ അവിടെ എഴുതി വെച്ചോളൂ കേട്ടോ. എന്താണ് സബ് സെന്ററിന് എക്സാമ്പിള്? ഹെൽത്ത് സെന്റർ. ഓക്കെ, നമ്മൾ എന്താ പറഞ്ഞത്? പ്രൈമറി കെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഇമ്മ്യൂണൈസേഷൻ അല്ലെ, മെഡിക്കൽ സർവീസ് ലൈക്ക് എന്താണ്? ഇമ്മ്യൂണൈസേഷൻ, കുത്തിവെപ്പുകളാണ് അവിടെ കൊടുക്കുന്നത്. അതുപോലെ ടെമ്പററി സ്ട്രക്ചർ ആണ്, 1-2 കെയർ വർക്കേഴ്സ് ആണ് അവിടെ ജോലി ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ്? അതുപോലെ തന്നെ ലാസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? 5,000 പീപ്പിൾസിനാണ് അവിടെ സേവനം ചെയ്യുന്നത്. It serve 5,000 people. ഫസ്റ്റ് പോയിന്റ്, സബ് സെന്ററിന്റെ ഫസ്റ്റ് പോയിന്റ് ഒന്നുകൂടി പറയാം. ഇറ്റ് പ്രൊവൈഡ് ബേസിക് പ്രൈമറി കെയർ. ഇറ്റ് പ്രൊവൈഡ് ബേസിക് പ്രൈമറി കെയർ. കിട്ടിയില്ലേ? ഇനി നെക്സ്റ്റ് എന്താണ്? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്. ഒന്ന് വായിച്ചു നോക്കി. പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അല്ലെ. അവിടെ എങ്ങനെയൊക്കെയായിരിക്കും? പ്രത്യേകതകൾ എന്താ പറയാൻ പറ്റുമോ? ആരെങ്കിലും ഒരാള് പറഞ്ഞോ? തെറ്റാലും കുഴപ്പമൊന്നുമില്ല, നമ്മളൊക്കെ തന്നെയല്ലേ. പറഞ്ഞോ. ഡിസ്പെൻസറി. അവിടെ എന്തുണ്ടാവാം? എത്ര ബെഡ് ഉണ്ടാവും? 5 beds. 5 beds ആയിരിക്കും. ഇനി ഡോക്ടേഴ്സ് എത്ര പേരുണ്ട്? 2 qualified. ഡോക്ടേഴ്സ് ആയിരിക്കും. അതുപോലെ പാരാമെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ. എത്ര എണ്ണമാണ്? 14. പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്? 5 സബ് സെന്റേഴ്സ് കൂടുന്നതാണ്. 5 സബ് സെന്ററിന്റെ ഇൻചാർജ് വഹിക്കുന്നുണ്ട് അല്ലെ. മുകളിലാണ് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് എന്ന് പറയുമ്പോ ഈ സബ് സെന്ററിന്റെ ഹെൽത്ത് സെന്ററിന്റെ 5 ഹെൽത്ത് സെന്ററിന്റെ ഇൻചാർജ് ആര് വഹിക്കുന്നുണ്ട്? പ്രൈമറി ഹെൽത്ത് സെന്റർ. ഈ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിന് എക്സാമ്പിൾ എന്താണ്? പ്രാഥമിക ആരോഗ്യ കേന്ദ്രം. ഇനി എന്താണ്? ഔട്ട് പേഷ്യന്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട് അല്ലെ അവിടെ. ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്?
OP എന്താണ്? ഹോസ്പിറ്റലിലോട്ട് വരുന്നു, OP ചീട്ട് എടുക്കുന്നു, ഡോക്ടറെ കാണുന്നു, വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അഡ്മിറ്റ് ആവാത്ത രോഗികളാണ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത്. കൺസൾട്ടേഷൻ മാത്രം ഉള്ളത്. അല്ല, കൺസൾട്ടേഷൻ എന്താണ്? കൺസൾട്ടേഷൻ മാത്രം ഉള്ളത് OP. കൺസൾട്ടേഷൻ. ഓക്കെ. ഇനി എന്താണ്? ഇൻപേഷ്യന്റ് ട്രീറ്റ്മെന്റ് കൂടി കൊടുക്കുന്നുണ്ട് അല്ലെ? നമ്മൾ പറഞ്ഞു എന്താണ്? ഒരു ചെറിയൊരു എന്താണ് സ്മോൾ ആയിരിക്കും. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്ന് പറഞ്ഞത് കുഞ്ഞിതായിരിക്കും അല്ലെ? 5 ബെഡ്സ് അവിടെ പ്രൊവൈഡ് ചെയ്യുള്ളൂ. അപ്പൊ അത്രയും ഇൻപേഷ്യന്റ് എത്ര ബുദ്ധിമുട്ടുള്ള രോഗികളൊക്കെ വന്നാൽ മാത്രമാണ് അവിടെ അഡ്മിറ്റ് ആകുള്ളൂ. അഡ്മിറ്റ് ആയിട്ട് അവിടെ ചിലപ്പോൾ എന്താണ് 4 to 6 ബെഡ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അവിടെ അത്രയും രോഗികളെ കിടത്താനുള്ള എന്തുള്ളൂ ഫെസിലിറ്റീസേ ഉണ്ടാവുള്ളൂ. പിന്നെ എന്താ പറയുന്നത്? എത്ര പേർക്കാണ് ഇവിടെ സേവനം ചെയ്യാൻ പറ്റാം? എത്ര പേര് സെർവ് ചെയ്യുന്നുണ്ട് ഇവിടെ? 30,000. 30,000. ഓക്കെ, നമുക്ക് എഴുതാം. ഓക്കെ ആണോ? ചെറിയ പോയിന്റ്സ് ആക്കി മിസ് പറഞ്ഞുതരാം കേട്ടോ. ഹെഡിങ് കൊടുത്തോളൂ, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്. ഫസ്റ്റ് പോയിന്റ് എഴുതിക്കോളൂ. PHCs are usually small about 5 beds. PHCs are usually small about 5 beds. Next sentence. 1 to qualified doctors. 1 to qualified doctors. Next point. 14 paramedics and supporting staffs. 14 paramedics and supporting staffs. First point ഒന്നുകൂടി പറയാം. PHCs are usually small about 5 beds. 1 to qualified doctors. And third point, 14 paramedics and supporting staff. Next point, PHC are in charge of 6 sub-centers. PHC are in charge of 6 sub-centers. Next sentence. Next point on top. It provide outpatient and inpatient services. It provide outpatient and inpatient services. Next sentence. It serve 30,000 people. It serve 30,000 people. Okay ആണോ? ഒന്നുകൂടി മിസ് വായിക്കാം ഫസ്റ്റ് തൊട്ടേ. PHCs are usually small about 5 beds. 1 to qualified doctors, 14 paramedics and supporting staff. PHC are in charge of 6 sub-centers. It provides inpatient and outpatient services. It serves 30,000 people. ഇനി നെക്സ്റ്റ് ഒന്ന് വായിച്ചേ. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, വായിച്ചു നോക്കിയേ. ആർക്ക് പറയാൻ പറ്റും? വായിച്ചു നോക്കിയിട്ട്.
എന്താണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ എന്ന് പറഞ്ഞാല്? ഇത് സെക്കൻഡറി സെക്ടർ. ഒരാൾ പറയോ? ആരാ പറയാ? ആഷ്ന പറയട്ടെ. പറഞ്ഞു. It is a secondary sector of Indian healthcare system. പിന്നെ ഫസ്റ്റ് പോയിന്റ് കിട്ടി. പിന്നെ The rural hospital and community health center serving PHC. എത്ര PHCനെയാണ് ഇൻചാർജ് വഹിക്കുന്നത്? എത്ര PHCയാണ്? 4. 4 PHCയുടെ. പിന്നെ CHCs are specialized in medical services. എത്ര പീപ്പിൾസിനെ സെർവ് ചെയ്യേണ്ട അവിടെ? 1,20,000. 1,20,000 പീപ്പിൾസ്. പിന്നെ അവിടെ എന്തൊക്കെ ഉണ്ടാവും? 30 ബെഡ്സ് ഉണ്ട്. ഓപ്പറേഷൻ തിയേറ്റർ, ലബോറട്ടറി, എക്സ്റേ ഫെസിലിറ്റി, പിന്നെ 4 സ്പെഷ്യലിസ്റ്റ് ഉണ്ടാവും അല്ലേ? ഓക്കെ, എഴുതാം നമുക്ക്. ഓക്കെ ആണോ? ഓക്കെ. എഴുതിക്കോളൂ. അപ്പൊ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിന് എക്സാമ്പിൾ എന്ന് പറയാൻ പറ്റും? താലൂക്ക് ഹോസ്പിറ്റലൊക്കെ അതിനകത്ത്. മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ എല്ലാവരും. ക്ലിയർ ആവില്ല എല്ലാവരും. അപ്പോ CHCD എക്സാമ്പിൾ ആണ് ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ അല്ലെ? അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലേ? ഓപ്പറേഷൻ തിയേറ്റർ, ലബോറട്ടറി, എക്സ്റേ, അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റുകള്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റല് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, നമുക്ക് എഴുതാം. ഫസ്റ്റ് പോയിന്റ് എഴുതിക്കോളൂ. സെക്കൻഡറി സെക്ടർ ഓഫ് ഇന്ത്യൻ ഹെൽത്ത് കെയർ സിസ്റ്റം. Secondary sector of Indian healthcare system. Secondary sector of Indian healthcare system. ഇനി നെക്സ്റ്റ് സെന്റൻസ് പറയട്ടെ. സ്പീഡ് കൂടുന്നുണ്ടോ? നെക്സ്റ്റ് സെന്റൻസ് എഴുതാം. CHC sir, CHC sir for PHC. നെക്സ്റ്റ് പോയിന്റ് ആണ് കേട്ടോ. സോറി, നെക്സ്റ്റ് പോയിന്റ് ആണ്. CHC sir for PHC. For PHCയുടെ ഇൻചാർജ് വഹിക്കുന്നത് ആരാണ്? CHC ആണ്. കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് ആണ്. CHC sir for PHC. ഇനി നെക്സ്റ്റ് പോയിന്റ്. It serve 1,20,000 people. It serve 1,20,000 people. Next sentence. It's supported to have. എന്റെ മോളെ നസീനക്ക് എന്ത് പറ്റി? രണ്ടാമത്തെ സെന്റൻസ് ഒന്നുകൂടി പറയാം. CHC sir for PHC. CHC എന്ന് പറഞ്ഞാല് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. PHC എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്. നമ്മൾ ആദ്യം പഠിച്ചില്ലേ? രണ്ടാമത് പഠിച്ചില്ലേ? അതിന്റെ ഓരോ ഫസ്റ്റ് ലെറ്റേഴ്സ് വെച്ചിട്ട് പറയുന്നതാണ് കേട്ടോ. എക്സ്പാൻഡ് ഫോം ഒക്കെ ചോദിക്കാം. PHCയുടെ എക്സ്പാൻഡ് ഫോം എന്താണ്? പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്. അതുപോലെ CHCയുടെ എക്സ്പാൻഡ് ഫോം എന്താണ്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്. മനസ്സിലായോ? ഓക്കെ, ഇനി തേർഡ് സെന്റൻസ് നമ്മൾ പറഞ്ഞില്ലേ? തേർഡ് പോയിന്റ്. It's 1,20,000 people. ഇനി നെക്സ്റ്റ് സെന്റൻസ്, നെക്സ്റ്റ് പോയിന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് പോയിന്റ്. It's supported to have at least
It's supported to have at least 30 beds. 30 beds. Operation theatre. Operation theatre. Laboratory. X-ray facilities. Laboratory. X-ray facilities. Are available in CHC. Are available in CHC. Last one, last point. The team of 4 medical specialists. For medical specialists. The team of 4 medical specialists. Community health center in example, government taluk hospitals. PHC example, Pradhamika Arogya Kendram. Okay. Subcenter example endana. Subcenter example, health centers. Adavale community health centers example nambaranyo. Government taluk hospital. Ini last sentence parayano. Parayam. Summa kudi vaayakkato. CHC de points vaayakka. Secondary sector of Indian healthcare system. CHC serve for PHC. It serve 1,20,000 people. It's supported to have at least 30 beds. Operation theatre, laboratory, X-ray facilities are available in CHC. The team of 4 medical specialists. Clear ആണോ ഇന്നത്തെ കാര്യങ്ങള്? ഓക്കെ ആണോ? ഇത്ര വരെയും അടുത്ത ക്ലാസ്സിൽ വരുമ്പോ വായിച്ചിട്ട് വരാം. ഓക്കെ ഓക്കെ. നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നില്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ചാൽ മതി കേട്ടോ. Thank you.